ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാണ്. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന പരമ്പരയിൽ 6ാമത്തെ അധ്യായം കുടുംബവും സമൂഹവും എന്നുള്ളതാണ് സംസാരിച്ചു വരുന്നത്. ഇതിന്റെ 2ാമത്തെ പാഠം കുടുംബം ഉപയോഗിക്കുന്ന വിഭവങ്ങൾ സമൂഹത്തിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. അവയുടെ ഒഴുക്ക് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പ്രതിപാദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ട്രാൻസ്പാരന്റ് ഫ്ലോ ഓഫ് റിസോഴ്സസ് ഫ്രം സൊസൈറ്റി ത്രൂ എ ഫാമിലി മെയിൻറ്റെയിൻസ് ദ ബാലൻസ് ഓഫ് ദ ഫാമിലി. വിഭവങ്ങളുടെ സുതാര്യ ഒഴുക്ക് സമൂഹത്തിൽ നിന്നാണ് കുടുംബത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാവിധം വിഭവങ്ങളും വന്നു ചേരേണ്ടത്. വന്നു ചേരുന്ന വിഭവങ്ങൾ കുടുംബ പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരേണ്ടതും ഭാഗമാകാതെ പോകുന്നവയും കുടുംബത്തിന്റെ പ്രവർത്തനപരമായ സംഭാവനയും കൂടി സമൂഹത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിലൂടെ ഒഴുകി വ്യക്തികളിലൂടെ പ്രവർത്തിച്ച് ഒന്നും തങ്ങി നിൽക്കാതെ വീണ്ടും കുടുംബത്തിലൂടെ ഒഴുകി സമൂഹത്തിലേക്ക് ചെന്ന് ചേരേണ്ടതാണ് എല്ലാ വിഭവങ്ങളും. അറിവും പണവും ഭക്ഷ്യങ്ങളും വസ്തുക്കളും സേവനങ്ങളും എല്ലാം അങ്ങനെ ബാക്കി നിൽക്കാതെ ഒഴുകേണ്ടുന്നവയാണ്. കുടുംബ വ്യവസ്ഥയ്ക്ക് അകത്ത് സ്ത്രീയും പുരുഷനും മക്കളും അടങ്ങുന്ന എല്ലാ ഘടകങ്ങളും തമ്മിൽ പ്രകൃതിയുടെ ഏകതാനതയുടെ നിയമം പാലിക്കുമ്പോഴാണ് വിഭവങ്ങളുടെ ഒഴുക്ക് സുഗമമായി സംഭവിക്കുക. ഈ സുതാര്യമായ ഒഴുക്ക് സംഭവിക്കാത്ത കുടുംബങ്ങൾ വിവിധ താളപ്പിഴകളിലൂടെ ഒഴുകേണ്ടി വരും. ഇത് വ്യവസ്ഥാ നിയമത്തെ ആധാരമാക്കിയാണ് നാം വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്നത് അതിന്റെ ഉപരിവ്യവസ്ഥയായ സമൂഹത്തിന്റെ അകത്താണ് നിലനിൽക്കുന്നത്. എല്ലാ വ്യവസ്ഥകളും അതിന്റെ ഉപരിവ്യവസ്ഥയ്ക്ക് അകത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം. ഈ ഉപരിവ്യവസ്ഥയാണ് അതിന്റെ പരിസരം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഉപരിവ്യവസ്ഥയിൽ നിന്നും വേണ്ടുന്ന വിഭവങ്ങളെ സ്വീകരിച്ച് ചയാപചയങ്ങൾ നടത്തി അതിനുശേഷം വേണ്ടാത്തവയെ തിരിച്ച് പരിസരത്തേക്ക് നൽകുന്നതിലൂടെ അല്ലെങ്കിൽ പരിസരത്തെ തന്നിലൂടെ കടത്തിവിടുന്നതിലൂടെയാണ് ഓരോ കുടുംബവും അതിന്റെ ഓരോ ഉപവ്യവസ്ഥയും അതിന്റെ സന്ധാരണം നടത്തുന്നത്. കുടുംബവും അങ്ങനെ തന്നെ. അപ്പോ സമൂഹം എന്ന് പറയുന്നത് അതിന്റെ വിഭവങ്ങളെ കുടുംബത്തിന് നൽകി കുടുംബത്തെ നിലനിർത്തുന്നു എന്ന് വേണം പറയാൻ. ഈ കുടുംബമാണ് ആത്യന്തികമായിട്ട് ഉള്ളത്. കുടുംബമാണ് ഇതിന്റെ ഫണ്ടമെന്റൽ സിസ്റ്റം എന്നുള്ളത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് കുടുംബത്തിന്റെ മാത്രം വിഷയമാണ്. സമൂഹത്തിന് ആ കുടുംബം ഇല്ലെങ്കിലും നിലനിൽക്കാനാവും. അപ്പോൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷെ ആ സമൂഹത്തെ നിലനിർത്താൻ കാരണമാകുന്ന ബിൽഡിംഗ് ബ്ലോക്കുകളിൽ ഒന്ന് ഈ കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ സംവിധാനങ്ങൾ, പൊതു സംവിധാനങ്ങൾ, ആ പൊതു സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കുടുംബത്തെ നിലനിർത്താനുള്ള വിഭവങ്ങൾ, സാമൂഹിക വിഭവങ്ങൾ എന്നുള്ളതല്ല, കുടുംബത്തെ നിലനിർത്താനുള്ള വിഭവങ്ങൾ, ആ വിഭവങ്ങളെ കുടുംബത്തിന് നൽകിക്കൊണ്ടാണ് സമൂഹം കുടുംബത്തെ നിലനിർത്തുന്നത്. നമ്മളിപ്പോ നോക്കുന്നത് സമൂഹത്തിന്റെ തലത്തിൽ നിന്നാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടത് സമൂഹത്തിന്റെ അകത്ത് പുറത്തു നിന്നല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നല്ല, നമ്മൾ കുടുംബത്തിന്റെ അകത്ത് നിന്നാണ് നോക്കിയത്. അവിടെയുള്ള പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സമൂഹം കുടുംബത്തെ കാണുന്നൊരവസ്ഥയാണ്. അപ്പോൾ സമൂഹം നൽകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബം നിലനിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ നിന്നും വിഭവങ്ങളെ കുടുംബം സ്വീകരിക്കുന്നു. അത് പല രൂപത്തിൽ വരാം. ഭക്ഷണ വസ്തുക്കളുടെ രൂപത്തിലാവാം, ഉപയോഗത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളുടെയോ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ രൂപത്തിലാവാം, ഊർജത്തിന്റെ രൂപത്തിലാകാം, വ്യക്തികളുടെ രൂപത്തിലാവാം, കരുതലിന്റെയോ സ്നേഹത്തിന്റെയോ പരിഗണനയുടെയോ സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപത്തിലാവാം. എന്ത് തന്നെയാണെങ്കിലും അതിനെ അകത്തേക്ക് സ്വീകരിക്കുക എന്നുള്ള പ്രക്രിയ കുടുംബങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കുടുംബം ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ്, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ നിന്നും വന്നു ചേരേണ്ടതാണ്. ആ വന്നു ചേരുന്ന വിഭവങ്ങൾ കുടുംബ പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ്. അവിടെ നിന്ന് എടുക്കുന്നവയെല്ലാം തന്നെ കുടുംബ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ നമ്മളത് സമൂഹത്തിൽ നിന്ന് എടുക്കുന്നു, കുടുംബ പ്രവർത്തനത്തിന്റെ ഭാഗമാകാതെ കയറി ഇറങ്ങി പോകുന്നതുണ്ട്. ഇപ്പോൾ ഗ്യാസ് തരാൻ വരുന്ന ഒരു ചേട്ടൻ ഗ്യാസ് തരാൻ വരുന്നു എന്നത് വെളിയിൽ നിന്ന് വരുന്നതാണ്. അത് കുടുംബത്തിന്റെ ഭാഗമാകുന്നത്. ഗ്യാസ് തരുന്നു, അയാൾ എഴുന്നേറ്റ് തിരിച്ചു പോകുന്നു. അപ്പോൾ കുടുംബത്തിന്റെ പ്രവർത്തനപരമായ സംഭാവനയും കൂടെ. ഇപ്പോ ഗ്യാസുകാരന് നമ്മൾ എന്താ കൊടുക്കുക?
അയാൾ ആ പുസ്തകമൊക്കെ എഴുതുന്നതിന് ശേഷം ഒരു ടിപ്പൊക്കെ കൊടുക്കും. അതിലൂടെ നമ്മൾ അയാളെ കടത്തിവിടും. അത് തിരിച്ച് സമൂഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഗ്യാസുകാരൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ, വായുവായിക്കോട്ടെ, അറിവായിക്കോട്ടെ, എന്തും നമ്മുടെ സമൂഹത്തിന്റെ അകത്തു നിന്നും കുടുംബത്തിലേക്ക് കയറി കുടുംബത്തിലൂടെ പ്രവർത്തിച്ച് വെളിയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിലൂടെ ഒഴുകി വ്യക്തികളിലൂടെ പ്രവർത്തിച്ച് ഒന്നും തങ്ങി നിൽക്കാതെ വീണ്ടും കുടുംബത്തിലൂടെ ഒഴുകി സമൂഹത്തിലേക്ക് ചെന്നു ചേരേണ്ടതാണ് എല്ലാ വിഭവങ്ങളും. വ്യവസ്ഥാ നിയമത്തിന്റെ ഒഴുക്കായ വിന്യാസം എന്നുള്ള ക്രമത്തെ അറിയുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്ത് തന്നെ വന്നാലും അത് ഈ ഒരു സിസ്റ്റത്തിനകത്തൂടെ കടന്നു പോകേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈസോഫേഗസിലൂടെ അത് കടന്ന് മുഴുവൻ ആയിട്ടും അപ്പുറത്തേക്ക് കടന്നു പോകേണ്ടത്. വേണ്ടത് ശരീരം സ്വാംശീകരിക്കും. ശരീരത്തിന് വേണ്ടാതാവുന്നവയെ ഈ സ്ട്രീമിലേക്ക് വീണ്ടും കയറ്റിവിടും. ശരീരത്തിന് ഈ എടുക്കുന്ന ഭക്ഷണത്തിൽ ഈസോഫേഗസിൽ നിന്നും എടുക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഈസോഫേഗസിലൂടെ മലദ്വാരത്തിലൂടെ വെളിയിലേക്ക് പോവുകയും ചെയ്യും. ഇത് ഭക്ഷണത്തിന്റെ കാര്യം, വെള്ളത്തിന്റെയും വായുവിന്റെ ഒക്കെ കാര്യം ശരീരത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെളിയിൽ നിന്നും കുടുംബത്തിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള ഒരു അളവിൽ അത് വെളിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോ ഒന്നും തങ്ങി നിൽക്കാതെ പോകണം എന്നാണ് പറയുന്നത്. ഒന്നും തങ്ങി നിൽക്കാതെ നമ്മൾ കൂടുതലായിട്ട് തങ്ങി നിർത്തും തോറും കുടുംബത്തിന്റെ സുസ്ഥിരതയെ അത് ബാധിക്കും. അപ്പോ കുടുംബത്തിലൂടെ ഒഴുകി വ്യക്തിയിലൂടെ പ്രവർത്തിച്ച് ഒന്നും തങ്ങി നിൽക്കാതെ വീണ്ടും കുടുംബത്തിലൂടെ ഒഴുകി സമൂഹത്തിലേക്ക് ചെന്നു ചേരേണ്ടതാണ് എല്ലാ വിഭവങ്ങളും. അറിവും പണവും ഭക്ഷ്യങ്ങളും വസ്തുക്കളും സേവനങ്ങളും എല്ലാം അങ്ങനെ ബാക്കി നിൽക്കാതെ ഒഴുകേണ്ടവയാണ്. നമ്മൾ സമൂഹത്തിൽ നിന്നും എന്തെടുത്താലും, കുടുംബം എന്നുള്ള രീതിയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിലേക്ക് എന്തെടുത്താലും അതിന് തത്തുല്യമായ ഒരു അളവിൽ നമ്മൾ തിരിച്ചു നൽകേണ്ടതുണ്ട്. അത് എല്ലാ വ്യവസ്ഥകളുടെയും ഉത്തരവാദിത്തമാണ്. ആ തിരിച്ചു നൽകുന്നതിന്റെ ഒരു ചെറിയ പരിമിതി കൽപ്പിക്കുമ്പോഴാണ് ശരീരത്തിന് വളർച്ച ഉണ്ടാവുന്നത്. അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് അത് നിൽക്കില്ല. അപ്പൊ ഒരു പരിധി എത്തിക്കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ആ പരിധിയെ സൂക്ഷിക്കാൻ പാകത്തിലുള്ള ഒരളവിൽ അകത്തേക്ക് വരികയും അതവിടെ നിൽക്കുകയും അതിനുശേഷം പുറത്തേക്ക് പോവുകയും ചെയ്യും. അനസ്യൂതം വളരുക എന്നുള്ളൊരു അവസ്ഥ ഒരു ശരീരത്തിലും ഇല്ല. അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നാശത്തിലേക്കാണ് പോകുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോ അങ്ങനെ ഒന്നും ബാക്കി നിൽക്കാതെ ഒഴുകേണ്ടവയാണ് ഈ എല്ലാ വിഭവങ്ങളും, സമൂഹത്തിൽ നിന്ന് എടുക്കേണ്ട എല്ലാ വിഭവങ്ങളും. കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് സ്ത്രീയും പുരുഷനും മക്കളും അടങ്ങുന്ന എല്ലാ ഘടകങ്ങളും തമ്മിൽ പ്രകൃതിയുടെ ഏകദാനതയുടെ നിയമം പാലിക്കുമ്പോഴാണ് വിഭവങ്ങളുടെ ഒഴുക്ക് സുഗമമായി സംഭവിക്കുക. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നിന്നും പുതിയ കുറെ കാര്യങ്ങൾ അറിയുന്നു. ആ അറിവെന്ന് പറയുന്നത് നമ്മളെ പുരുഷനും സ്ത്രീയും മക്കളും ചേർന്ന് ആ സമൂഹം അത് ഉപയോഗിക്കുന്നു. കുടുംബത്തിനകത്തെ സമൂഹം ഉപയോഗിക്കുന്നു. അതിനുശേഷം അതിന് തത്തുല്യമായ ഒരളവിൽ നമുക്ക് കിട്ടുന്ന ജ്ഞാനം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പാരസ്പര്യം, നമുക്ക് കിട്ടുന്ന കരുതൽ, നമുക്ക് കിട്ടുന്ന സ്നേഹം, ഇതേ ഒരളവിൽ ഒരുപക്ഷെ ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ വെളിയിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ കുടുംബത്തിന് ബാലൻസ് ചെയ്ത് വെക്കാൻ കഴിയുക. അല്ലെങ്കിൽ വ്യവസ്ഥാ നിയമപ്രകാരം ഈ കുടുംബത്തിന് തുലന തെറ്റും. ഇത് ഓരോ കുടുംബത്തിന്റെയും ബാലൻസിനെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോ വിഭവങ്ങൾ ഒരുപാട് സ്വീകരിക്കുന്ന ഒരു കുടുംബം, അവർ വിഭവദാനം നടത്താതെ വരികയാണെങ്കിൽ ഈ വിഭവങ്ങൾ ഇവിടെ കുമിഞ്ഞു കൂടിയിട്ട് കുടുംബത്തിന്റെ ആ മുൻപോട്ട് പോക്കിൽ ഒരുപാട് പാകപ്പിഴകൾ വരുന്ന കാണാം, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന കാണാം, മാനസിക പ്രശ്നങ്ങൾ വരുന്ന കാണാം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നത് കുടുംബത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അപ്പോ വികാരങ്ങൾ, വെളിയിൽ നിന്നുള്ള ഇമോഷൻസ് ഒരുപാട് എടുക്കുന്നു, വെളിയിൽ നിന്നുള്ള പ്രണയത്തെ എടുക്കുന്നു, വെളിയിൽ നിന്നുള്ള പല ബന്ധങ്ങളെ എടുക്കുന്നു. അങ്ങനെ എടുക്കുന്നവർ അതേപോലെ അത് തിരിച്ച് ഈ എടുക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു കൊടുക്കലല്ല, അത് തന്നിലൂടെ കടത്തി വെളിയിലേക്ക് അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുന്ന രൂപത്തിലല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിനകത്ത് വൈകാരിക പ്രശ്നങ്ങളുണ്ട്. ഇത് അറിവിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, വിഭവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇതിനെക്കുറിച്ച് ഈ പഞ്ചഭൂത തത്വങ്ങളെ കുറിച്ച് നമ്മുടെ വിനീഷ് സംസാരിച്ച ആ ഒരു സെഷനിൽ പുള്ളി ഇത് മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. ഈ പഞ്ചഭൂത തത്വങ്ങളുടെ ബാലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആ ഒരു സംവിധാനവുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോ ഇത് നമ്മുടെ കുടുംബത്തില് നമ്മൾ സമൂഹത്തിൽ നിന്നും പുറത്തു നിന്നും പുറം പരിസ്ഥിതിയിൽ നിന്നും നമ്മൾ എന്തെല്ലാം എടുക്കുന്നുണ്ട്, ഊർജം എടുക്കുന്നുണ്ട്, വെളിച്ചം എടുക്കുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം വിഭവങ്ങൾ എടുക്കുന്നു, അത് ഭൗതിക വിഭവങ്ങൾ എടുക്കുന്നതാണ് നമ്മൾ പ്രകടമായിട്ട് മനസ്സിലാക്കുന്നത്. ആ ഭൗതിക വിഭവങ്ങൾ നമ്മൾ അത്രയും തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കുടുംബത്തിനകത്ത് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന വിഭവങ്ങൾക്കനുസരിച്ച് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ദാനം, വിഭവദാനം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ, അത് പണത്തിന്റെ രൂപത്തിലാവാം, സ്നേഹത്തിന്റെ രൂപത്തിലാവാം, കരുതലിന്റെ രൂപത്തിലാവാം, ഇടപെടലിന്റെ രൂപത്തിലാവാം, ഈ ഒരു പ്രോസസ് നമ്മൾ നടത്തുന്നില്ലെങ്കിൽ അത് അകത്തെ ബാലൻസിനെ ബാധിക്കും.
ഈ ബാധിക്കുന്നത് നമ്മൾ അറിയുന്നത് മാനസിക പ്രശ്നങ്ങളായിട്ടോ, ആരോഗ്യ പ്രശ്നങ്ങളായിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ദാമ്പത്യ പ്രശ്നങ്ങളായിട്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടോ, അല്ലെങ്കിൽ സുസ്ഥിരതയുടെ അല്ലെങ്കിൽ സുരക്ഷയുടെ പ്രശ്നങ്ങളായിട്ടോ ആയിരിക്കാം. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് മാത്രം നമുക്ക് സാധാരണ മനസ്സിലാവില്ല. ഇങ്ങനെ പ്രശ്നങ്ങളും ദുരിതങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു ഇംബാലൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിനെ തുലനം ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ തുലനം ചെയ്യാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി, അതിനെ തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഇത് നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. ഇതിനു വേണ്ടിയുള്ള പരിഹാരക്രിയകള് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്ര പേർക്ക് അന്നദാനം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് പോവുക എന്നൊക്കെ പറഞ്ഞ് പരിഹാരക്രിയകൾ പലരും നിർദ്ദേശിക്കുന്നത് കാണാം. ഇതെല്ലാം തന്നെ ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കുടുംബത്തിനകത്ത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ നിന്നും എടുക്കുന്നതിന് തത്തുല്യമായ ഒരു അളവിലുള്ള വിഭവങ്ങൾ സമൂഹത്തിലേക്ക് തിരികെ കൊടുക്കുക, ഒഴുക്കി വിടുക എന്നുള്ളൊരു പ്രോസസ് ചെയ്യേണ്ടതുണ്ട്. ഇത് ആരാണ് ചെയ്യുക? കുടുംബത്തിലെ ദമ്പതികളും അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുക. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ഈ ഫ്ലോ കണ്ടക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു തിരിച്ചറിവ്, സുതാര്യത ഉണ്ടാകുന്ന സമയത്താണ്. ആ സുതാര്യമായ ഒഴുക്കൽ ഉണ്ടാകുമ്പോഴാണ്, വ്യക്തികൾക്കിടയിൽ അത്തരം ഒരു പാരസ്പര്യം ഉണ്ടാകുമ്പോഴാണ് കുടുംബത്തിൽ കൃത്യമായിട്ട് നിലനിൽക്കാൻ കഴിയുക. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നതിന് തത്തുല്യമായത് വെളിയിലേക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറില്ല. അതുപോലെ തന്നെ ആ ഒഴുക്ക് നടത്തിക്കൊണ്ടുപോകുവാൻ പാകത്തിലുള്ള ഒരു പാരസ്പര്യം വ്യക്തികൾക്കിടയിൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും എടുക്കണം തോന്നും, അപ്പൊ മറ്റൊരാൾക്ക് കൊടുക്കണം തോന്നും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിശുക്കനായിട്ടുള്ള ഭർത്താവിന് ചെലവ് ചെയ്യുന്ന ഭാര്യയായിരിക്കും ഉണ്ടാവുക. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ നമ്മൾ ധ്രുവതയുടെ നിയമം എന്നുള്ളതൊക്കെ ഇവിടെ പാലിക്കപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ കുടുംബത്തിന് സ്വാസ്ഥ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ സ്വാസ്ഥ്യം ബാലൻസ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ കുടുംബത്തിനകത്ത് സംഭവിക്കും. ഇനി അത് അറിഞ്ഞാണ് ചെയ്യുന്നതെങ്കിലോ, ഒരാൾ സേവന പ്രവർത്തനം ചെയ്യുന്നു, ആ സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരാള് ഒന്നും സ്വീകരിക്കില്ല എന്ന് പറയുന്നതിന് പകരം അത് വേണ്ടുന്നത് സ്വീകരിക്കുകയും വേണ്ടാത്തത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അളവിലേക്ക് ആ ഫ്ലോ നിലനിർത്തി കഴിഞ്ഞാൽ കുടുംബത്തിനകത്തെ ആ ഇംബാലൻസ് മാറിക്കിട്ടും. അത് ആരോഗ്യത്തിന്റെ, ബന്ധങ്ങളുടെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ, പണത്തിന്റെ, അറിവിന്റെ ഒക്കെ മേഖലയിൽ ഇത് സംഭവിക്കും. ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്. ചിലപ്പോൾ അറിവിന്റെ മേഖലയിൽ സ്വീകരിച്ചിട്ട് അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരോഗ്യത്തെ ആയിരിക്കും ബാധിക്കുക. ഇവ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമുണ്ടായിരിക്കും. ഇത് എങ്ങനെയാണെന്നുള്ളത് നിരീക്ഷിക്കുക. ആ നിങ്ങളുടെ ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. ആ നിരീക്ഷണത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിഗത പാരസ്പര്യത്തിൽ മാറ്റം വരുത്തുക. ഈ തുലനത കൃത്യമാക്കി കഴിയുമ്പോൾ കുടുംബത്തിന്റെ ഒരു സസ്റ്റൈനബിൾ ബാലൻസ് എന്നുള്ള സംഭവം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. അപ്പോ ഇതാകട്ടെ കുടുംബവും സമൂഹവും എന്നുള്ള വിഷയത്തിലെ ഇന്നത്തെ നിങ്ങൾക്കുള്ള പാഠം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.